2022 അദാനി ഗ്രൂപ്പ് അംബുജ സിമെന്റിന്റെയും ACC സിമെന്റിന്റെയും ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കിയത് ഒരുപക്ഷെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അംബുജ സിമെന്റിന്റെ 63% ഓഹരികളും ACC സിമെന്റിന്റെ 56% ഓഹരികളുമാണ് അദാനി ഗ്രൂപ്പ് $6.4 ബില്യൺ അതായത് ഏകദേശം 51,000 കോടി ഇന്ത്യൻ രൂപയ്ക്ക് സ്വന്തമാക്കിയത്. ഇതോടെ അദാനി ഗ്രൂപ്പ് 17% മാർക്കറ്റ് ഷെയറുമായി ഇന്ത്യയിലെ സിമെന്റ് ബിസിനസ് രംഗത്ത് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു. 30% മാർക്കറ്റ് ഷെയറുള്ള ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അൾട്രാടെക് സിമെന്റാണ് ഇപ്പോഴും ഈ മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. 2028ഓടെ 20% മാർക്കറ്റ് ഷെയർ സ്വന്തമാക്കാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. എന്നാൽ സിമെന്റ് വിറ്റ് ലാഭമുണ്ടാക്കുക മാത്രമല്ല അദാനിയുടെ ലക്ഷ്യം. കേട്ടാൽ അത്ഭുതം തോന്നുന്ന അതിവിദഗ്ധമായിട്ടുള്ള തന്ത്രങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ. അദാനിയുടെ സിമെന്റ് ബിസിനസ്സിലേക്കുള്ള കടന്നുവരവ് അൾട്രാടെക് പോലുള്ള കമ്പനികൾക്ക് തലവേദനയാകുമോ എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ സിമെന്റ് വിപണിയിലേക്ക് അദാനി ചുവടുവെക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നത് രണ്ടാമത്തെ ചോദ്യവും. അതെല്ലാം വളരെ ലഘുവായിട്ട് ഇന്ന് പറയാൻ വേണ്ടി പോവാണ്. ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അദാനിയിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ നിർബന്ധമായിട്ട് കമൻ്റായിട്ട് എഴുതണം. കാരണം ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യുന്നു. സാധാരണ നഷ്ടത്തിലായ ബിസിനസ്സുകൾ ചില കമ്പനികൾ വിറ്റൊഴിവാക്കാറുണ്ട്. പക്ഷേ 2022 ACC സിമെന്റിന്റെയും അംബുജ സിമെന്റിന്റെയും ഓഹരികൾ അദാനി ഗ്രൂപ്പ് വാങ്ങുമ്പോൾ ആ കമ്പനികളൊന്നും നഷ്ടത്തിലായിരുന്നില്ല, മറിച്ച് വലിയ ലാഭത്തിലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ആ കമ്പനികൾ അദാനി ഗ്രൂപ്പിന്റെ കീഴിലായത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹോൾസിം എന്ന സ്വിറ്റ്സർലാൻഡ് കമ്പനിയുടെ ഓഹരികളാണ് അദാനി ഗ്രൂപ്പ് വാങ്ങിയത്. അംബുജ സിമെന്റിൽ ഇവർക്ക് 63% ഓഹരി ഉണ്ടായിരുന്നു. അംബുജ സിമെന്റിന്റെ കൈവശമാണെങ്കിൽ ACC സിമെന്റിന്റെ 50% ഓഹരികൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ACCയിൽ ഹോൾസിമിന് മറ്റൊരു 5% ഓഹരി ഉണ്ടായിരുന്നു. ഫലത്തിൽ നോക്കിയാൽ ഹോൾസിം ആണ് ഈ രണ്ട് കമ്പനികളെയും നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ അപ്പോഴും വരുന്ന മറ്റൊരു ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ കമ്പനിയായ ഹോൾസിം 17 വർഷമായി ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ACC സിമെന്റ്, അംബുജ സിമെന്റ് എന്നിവയുടെ ഓഹരികൾ എന്തിനാണ് അദാനിക്ക് വിൽക്കുന്നത്? സ്ട്രാറ്റജി 2025 ആക്സിലറേറ്റിംഗ് ഗ്രീൻ ഗ്രോത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായി ഹോൾസിം കമ്പനി തങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദമാക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഗ്രീൻ പ്രൊഡക്ട്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു കമ്പനിയുടെ തീരുമാനം. ഈ ഗ്രീൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്നത് പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ മറ്റേത് ഇൻഡസ്ട്രിയെ താരതമ്യപ്പെടുത്തി നോക്കിയാലും സിമെന്റ് ഇൻഡസ്ട്രിക്ക് ലഭിക്കുന്ന ഓരോ ഡോളർ വരുമാനത്തിനും ആ ഇൻഡസ്ട്രി പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് മറ്റ് ഇൻഡസ്ട്രികളെക്കാൾ വളരെയധികം കൂടുതലാണ്. ഈ ചാർട്ട് നോക്കിയാൽ ആ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നാൽ ഓരോ കമ്പനിയും ഓരോ രാജ്യത്തിൻ്റെയും നിയമങ്ങൾ അനുസരിച്ച് അവർ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനനുസരിച്ച് കാർബൺ ടാക്സ് എന്ന നികുതി കൊടുക്കണം. ഈ ഗ്രാഫ് നോക്കിയാൽ സ്വിറ്റ്സർലൻഡിൽ അതെത്ര കൂടുതലാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഹോൾസിമിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ വാക്കുകൾ അനുസരിച്ച് കമ്പനി പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 26% ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എത്ര ലാഭം ഉണ്ടാക്കിയാലും അതിനാനുപാതികമായി വലിയ അളവിൽ നികുതി കൊടുക്കാൻ കമ്പനിക്ക് ബാധ്യതയുണ്ട്. ഇത് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കുമെന്ന് മാത്രമല്ല, ലോകത്തുടനീളം നോക്കിയാൽ ഗ്രീൻ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റ് ഷെയർ വർഷം തോറും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ടെക്നോളജിക്ക് വലിയൊരു ഭാവിയും മാർക്കറ്റും ഉണ്ട് എന്ന് ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് ഹോൾസിം ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപങ്ങളെ പിൻവലിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ശ്രീലങ്ക, ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, ഫിലിപ്പൈൻസ്, റഷ്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള സിമന്റ് ബിസിനസ്സിൽ നിന്നും ഹോൾസിം ഇതിനോടകം പിന്മാറിയിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ശരിയായിട്ടുള്ള ഈ അവസരം നോക്കിയിട്ടാണ് 2022 അദാനി ഗ്രൂപ്പ് ഹോൾസിമിൻ്റെ ഓഹരികൾ സ്വന്തമാക്കി അംബുജ, ACC സിമെന്റ് തുടങ്ങിയ കമ്പനികളെ തങ്ങളുടെ സാമ്രാജ്യത്തിന് കീഴിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. എത്ര നല്ല തന്ത്രമായിരുന്നാലും പ്രയോഗിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും അദാനി ഗ്രൂപ്പിന് ഇപ്പം തന്നെ ധാരാളം ബിസിനസ്സുകൾ ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുമുണ്ട്. അതിലൊന്നുകൂടി ആവുമ്പോൾ ബിസിനസ് കൂടുതൽ വളരുകയും അത്രയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ അദാനി സിമന്റ് ബിസിനസ്സിലേക്ക് കടന്നപ്പോൾ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചാണ് പൊതുവെ ചർച്ചകൾ ചെയ്തു കണ്ടത്. എന്നാൽ ഇത് മാത്രമല്ല അദാനിക്ക് ഉണ്ടാവുന്ന ഗുണം. ഈ രണ്ട് സിമന്റ് കമ്പനികളും അദാനിക്ക് കീഴിലാവുന്നത് വഴി വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്നറിയപ്പെടുന്ന ബിസിനസ് സ്ട്രാറ്റജിയാണ് അദാനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനിൽ തന്നെ 2 കാറ്റഗറികളുണ്ട്. ഫോർവേഡ് ഇൻ്റഗ്രേഷൻ, ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്നെല്ലാം പറയും. ഇതിൽ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനാണ് യഥാർത്ഥത്തിൽ അദാനിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അദാനിയുടെ ശരിക്കുള്ള ബുദ്ധി മനസ്സിലാവണമെങ്കിൽ ഈ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ പറയാം. നിങ്ങൾക്കൊരു ബേക്കറി ഉണ്ടെന്ന് കരുതുക.
നിങ്ങളുടെ ബേക്കറിയിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് ബ്രെഡ് വാങ്ങുന്നു എന്നും വിചാരിക്കുക. ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നായിരിക്കും നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത്. ആ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ തന്നെ അതേ വിലയ്ക്ക് മറ്റ് സൂപ്പർ മാർക്കറ്റുകൾക്കും കടകൾക്കും എല്ലാം ഈ ബ്രെഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ എവിടെ നിന്നാണ് ബ്രെഡ് വാങ്ങുന്നത്? ബ്രെഡ് ഉയർന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നിന്നായിരിക്കും ഇവർ വലിയ അളവിൽ തന്നെ സാധനം മേടിക്കുന്നത്. ഇനി ഈ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾക്ക് ബ്രെഡ് ഉണ്ടാക്കുന്നതിനായി മൈദ പോലുള്ള വസ്തുക്കൾ വേണമല്ലോ. അത് കർഷകരുടെ കയ്യിൽ നിന്നായിരിക്കും അവർ മേടിക്കുന്നത്. അത് പൊടിച്ച് പ്രോസസ്സ് ചെയ്ത് മൈദയാക്കിയിട്ടാണ് പ്ലാന്റുകളിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ ഗോതമ്പ് പാടങ്ങൾ, മാനുഫാക്ചറിംഗ് പ്ലാന്റ്, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ, പിന്നെ ബേക്കറി, സൂപ്പർ മാർക്കറ്റ് എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് ഉപഭോക്താവിന് ബ്രെഡ് ലഭ്യമാവുന്നത്. ഇതിനെ നമുക്ക് ബ്രെഡ് വിൽപ്പനയുടെ സപ്ലൈ ചെയിൻ എന്ന് വിളിക്കാം. ഇവിടെ ഗോതമ്പ് കർഷകർ ഗോതമ്പ് 10 രൂപയ്ക്ക് വിൽക്കുന്നു. അത് പൊടിച്ച് മൈദയായിട്ട് 15 രൂപയ്ക്ക് ബ്രെഡ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനിക്ക് നൽകുന്നു. അവർ ഇതെല്ലാം വെച്ച് ബ്രെഡ് ഉണ്ടാക്കിയ ശേഷം പാക്കേജിംഗ് ഒക്കെ ചെയ്ത് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് മറ്റ് ബേക്കറികൾക്കും കടകൾക്കും നൽകാൻ വേണ്ടി കൊടുക്കുന്നു. അവസാനമാണ് ഈ ബ്രെഡ് ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും എല്ലാവരുടെ ലാഭം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 30 രൂപയ്ക്കായിരിക്കും ഉപഭോക്താവിന് ഈ ബ്രെഡ് ലഭിക്കുക. ഈ സപ്ലൈ ചെയിനിൻ്റെ ഓരോ ഘട്ടത്തിലും അവരവരുടെ ലാഭം കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. ഇനി ബേക്കറി കടക്കാരനായ നിങ്ങൾ ബ്രെഡ് നിർമ്മിക്കുന്ന ഒന്നിലധികം മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ സ്വന്തമായിട്ട് വാങ്ങിയാലോ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാതെ ഈ പ്ലാന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് സാധനം എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 25 രൂപയ്ക്കാണ് ഹോൾസെയിലറുടെ കയ്യിൽ നിന്നും സാധനം മേടിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് 20 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ബ്രെഡ് വിൽക്കാൻ വേണ്ടി ലഭ്യമാവുകയാണ്. ഇവിടെ ഹോൾസെയിൽ ഡീലർ എന്ന സപ്ലൈ ചെയിനിലെ ഒരു കണ്ണിയെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്ത് സംഭവിക്കുന്നു? അയാളുടെ ലാഭവും ഒഴിവാകുന്നുണ്ട്. ആ ലാഭം കുറച്ചത് വാസ്തവത്തിൽ നിങ്ങൾക്ക് നേട്ടമായിട്ട് മാറുന്നുണ്ട്. ഇനി ഇങ്ങനെ നേരിട്ട് പ്ലാന്റിൽ നിന്ന് 20 രൂപയ്ക്ക് ബ്രെഡ് വാങ്ങുന്ന നിങ്ങൾക്ക് അത് 28 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ 20 രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് 25 രൂപയ്ക്കായിരുന്നു. എന്നാൽ 30 രൂപയ്ക്കല്ലേ നേരത്തെ വിറ്റത്. ആ സമയത്ത് നിങ്ങളുടെ ലാഭം 25-ന് മേടിച്ച് 30-ന് വിൽക്കുക എന്നതുകൊണ്ട് തന്നെ 5 രൂപ മാത്രമായിരുന്നു. എന്നാൽ 20 രൂപയ്ക്ക് ഇപ്പോൾ ബ്രെഡ് ലഭ്യമാവുന്നത് കൊണ്ട് തന്നെ 28 രൂപയ്ക്ക് വിറ്റാലും നിങ്ങളുടെ ലാഭം കൂടുകയാണ്. പക്ഷേ മറ്റ് കടക്കാരെല്ലാം ബ്രെഡ് 30 രൂപയ്ക്ക് തന്നെയായിരിക്കും വിൽക്കുക. ഇവിടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്വന്തമായി ഉള്ളതുകൊണ്ട് മറ്റ് കടക്കാരെക്കാളും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ബ്രെഡ് വിൽക്കാനും പറ്റുന്നു. ഇനി നിങ്ങളാണ് ഈ ബ്രെഡ് മേടിക്കുന്ന കസ്റ്റമർ എന്ന് കരുതുക. ഒരേ ക്വാളിറ്റിയുള്ള ഒരേ സാധനം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലേ നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ 28 രൂപയ്ക്ക് കിട്ടുന്ന അതേ ക്വാളിറ്റിയുള്ള ബ്രെഡ് 30 രൂപയ്ക്ക് നമ്മൾ വാങ്ങില്ല. ഇവിടെ മറ്റ് കടക്കാർ 25 രൂപയ്ക്ക് വാങ്ങി 30 രൂപയ്ക്ക് വിൽക്കുന്നു, 5 രൂപ ലാഭം ഉണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾ 20 രൂപയ്ക്ക് വാങ്ങി 28 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ലാഭം 8 രൂപയാണ്. കൂടാതെ കുറഞ്ഞ വിലയായതുകൊണ്ട് നിങ്ങളുടെ കച്ചവടം കൂടുകയും ചെയ്യും. ഇത് ഞാൻ ശരിക്കും ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഒരു ബേക്കറി കടക്കാരന് ഒരേ സമയം ഒരുപാട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ ആകെ അവർക്കുണ്ടാവുന്ന കച്ചവടം നോക്കിയാൽ എടുക്കുന്ന പണി മുതലാവണമൊന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ അപ്സ്കെയിലിംഗ് സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ അദാനി ഗ്രൂപ്പ് പോലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ കാര്യം ഇങ്ങനെയല്ല. ഒരു കമ്പനി അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം അവരുടെ ബിസിനസ്സിന് ആവശ്യമായ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന മറ്റൊരു സ്ഥാപനത്തെ വാങ്ങുകയും മേൽ പറഞ്ഞതുപോലെ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ. അദാനി ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അദാനി ഗ്രൂപ്പിന് ധാരാളം കൺസ്ട്രക്ഷൻ വർക്കുകളുണ്ട്. ഉദാഹരണത്തിന് സീപോർട്ടുകൾ, എയർപോർട്ടുകൾ, റോഡ്, റെയിൽ തുടങ്ങിയ പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫീൽഡിലും അദാനി ഗ്രൂപ്പ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അവയിലൊക്കെ പൊതുവായി വരുന്ന ഒരു അസംസ്കൃത വസ്തുവുണ്ട്, അതാണ് സിമൻറ്റ്. അദാനി, അംബുജ സിമൻറ്റ്, ACC സിമൻറ്റ് എന്നിവയുടെ മാനുഫാക്ചറിംഗ് കമ്പനികളെ സ്വന്തമാക്കുന്നതോടുകൂടി അവർക്ക് നേരിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാതെ കുറഞ്ഞ വിലയ്ക്ക് സിമൻറ്റ് കിട്ടുന്നതാണ്. അദാനിയെ പോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മറ്റ് കമ്പനികൾക്ക് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് തന്നെ ഉയർന്ന വിലയ്ക്ക് ഇതേ സാഹചര്യത്തിൽ സിമൻറ്റ് വാങ്ങേണ്ടിയും വരും. സ്വാഭാവികമായിട്ടും ആ കമ്പനികളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ അദാനിക്ക് പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? രണ്ടുപേരുണ്ടാക്കുന്നത് ഒരേ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ്. അദാനിയുടേതിന് വില കുറവുമാണ്. സ്വാഭാവികമായിട്ടും അദാനി ഗ്രൂപ്പിന് കൂടുതൽ പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ സർക്കാരിൻ്റെ പല കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകളിലും മറ്റു കമ്പനികളെക്കാൾ കുറവ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നതുകൊണ്ട് ആ കമ്പനികളെ പിന്തള്ളി അവർക്ക് പ്രൊജക്റ്റ് സ്വന്തമാക്കാനും എളുപ്പമാണ്. ഇനി കുറഞ്ഞ തുക കോട്ട് ചെയ്ത് ടെൻഡറുകൾ പിടിച്ചാലും അവർക്ക് ലാഭമായിരിക്കും. കാരണം അവർ അവരുടെ കമ്പനിയിൽ നിന്നുള്ള സിമൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഇവിടെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ വർക്കാവുന്നത്. അതായത് അദാനി സിമൻറ്റ് ബിസിനസ്സിലേക്ക് കടക്കുന്നത് സിമൻറ്റ് വിറ്റ് ലാഭമുണ്ടാക്കാൻ മാത്രമല്ല, അവരുടെ അടിസ്ഥാന സൗകര്യ വികസന ബിസിനസ് കൂടെ മെച്ചപ്പെടുത്താനാണ്. ഇവിടെ അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. കാരണം മറ്റ് കമ്പനികളെ അപേക്ഷിച്ച്
കുറഞ്ഞ ചെലവിൽ വർക്ക് പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ നേട്ടം ക്വാളിറ്റി കൺട്രോളാണ്. ഇവിടെ ACC സിമൻ്റ് ആയാലും അംബുജ സിമൻ്റ് ആയാലും ആ കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സിമൻറ്റിൻ്റെ ഗുണനിലവാരം തീരുമാനിക്കാനുള്ള അധികാരം അദാനി ഗ്രൂപ്പിന് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ നിർമ്മാണ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കാനും അവരുടെ നിർമ്മാണത്തിൻ്റെ നിലവാരം ഉയർത്താനും അദാനി ഗ്രൂപ്പിന് ഇനി എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇതാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്ലൈ ചെയിൻ കൺട്രോളാണ് മൂന്നാമത്തെ നേട്ടമായിട്ട് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളുടെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിമൻറ്റ്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ഡിസ്ട്രിബ്യൂട്ടറിനെ ആശ്രയിക്കാതെ തങ്ങളുടെ പ്രൊജക്റ്റുകളിലേക്കുള്ള സപ്ലൈ ഉറപ്പുവരുത്താൻ അദാനി ഗ്രൂപ്പിന് കഴിയും. സിമൻറ്റിൻ്റെ സപ്ലൈ തടസ്സപ്പെടുന്ന സാഹചര്യം കുറയ്ക്കാനും സാധിക്കും. അങ്ങനെ ഈ വിതരണ ശൃംഖലയിലെ സപ്ലൈ ചെയിൻ തങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലാക്കാൻ അദാനി ഗ്രൂപ്പിന് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വെറും ബിസിനസ് വൈവിധ്യപ്പെടുത്തൽ മാത്രമല്ല, കോസ്റ്റ് എഫിഷ്യൻസി, ക്വാളിറ്റി കൺട്രോൾ, സപ്ലൈ ചെയിൻ കൺട്രോൾ എന്നിങ്ങനെയുള്ള നേട്ടങ്ങളാണ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിലൂടെ അദാനി നോട്ടമിടുന്നത്. ഇനി അദാനി ചെയ്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദത്തോടെ സിമൻറ്റ് ബിസിനസ് ലാഭകരമാക്കി മാറ്റാൻ ചെയ്ത ഒരു കൂർമ്മ ബുദ്ധി. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സിമൻറ്റിൻ്റെ സപ്ലൈ ചെയിനിൻ്റെ ആദ്യ ഭാഗമാണ് റോ മെറ്റീരിയൽസ് അഥവാ സിമൻറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. ലൈംസ്റ്റോൺ അതായത് ചുണ്ണാമ്പ് കല്ലാണ് സിമൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു. അങ്ങനെ ചുണ്ണാമ്പ് കല്ലുപയോഗിച്ച് നിർമ്മിക്കുന്ന സിമൻറ്റിന് പറയുന്ന പേരാണ് പോർട്ട്ലാൻഡ് സിമൻറ്റ്. പക്ഷേ ഈ രീതിയിൽ സിമൻറ്റ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും, അന്തരീക്ഷ മലിനീകരണവും കൂടുതലായിരിക്കും. എന്നാൽ ഫ്ലൈ ആഷ്, സ്റ്റീൽ സ്ലാഗ് എന്നിവയൊക്കെ ഉപയോഗിച്ചും നമുക്ക് സിമൻറ്റ് നിർമ്മിച്ചെടുക്കാം. ഫ്ലൈ ആഷ്, സ്റ്റീൽ സ്ലാഗ് എന്നെല്ലാം കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് അത്രത്തോളം പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ കോളില്ലേ, അതായത് കൽക്കരി, അത് കത്തുമ്പോഴുണ്ടാകുന്ന ഒരു അവശിഷ്ടമാണ് ഫ്ലൈ ആഷ് എന്നറിയപ്പെടുന്നത്. അദാനിക്ക് സ്വന്തമായിട്ട് തെർമൽ പവർ പ്ലാന്റുകളുണ്ട്. അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സിമൻറ്റ് നിർമ്മാണത്തിന് ആവശ്യമായ ഫ്ലൈ ആഷ് ലഭിക്കാൻ വേറെ വഴി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. 2022 എന്ന് വെച്ചാൽ അദാനി ACC സിമൻറ്റിൻ്റെയും അംബുജ സിമൻറ്റിൻ്റെയും ഷെയറുകൾ വാങ്ങിയ അതേ വർഷത്തിൽ തന്നെ അദാനി മറ്റൊരു ബിസിനസ്സിലേക്കും ചുവടുവെക്കുന്നുണ്ട്. അതാണ് സ്റ്റീൽ ബിസിനസ്. പോസ്കോ എന്ന സൗത്ത് കൊറിയൻ സ്റ്റീൽ കമ്പനിയുമായിട്ട് 37,000 കോടി രൂപയുടെ കരാറാണ് അദാനി ആ വർഷം ഒപ്പുവെച്ചത്. ഇതുവഴി ഗുജറാത്തിൽ ഒരു സ്റ്റീൽ കോംപ്ലക്സ് പണിയാനും തീരുമാനമായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തെർമൽ പവർ പ്ലാന്റിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഫ്ലൈ ആഷ്. അതുപോലെ തന്നെ സ്റ്റീൽ നിർമ്മിക്കുമ്പോൾ ലഭിക്കുന്ന ബൈ പ്രൊഡക്റ്റാണ് സ്റ്റീൽ സ്ലാഗ് എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് ബൈ പ്രൊഡക്റ്റുകളും തങ്ങളുടെ കമ്പനിയിൽ തന്നെ ഉണ്ടാവുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ അത് സിമൻറ്റ് നിർമ്മാണത്തിന് വേണ്ടി അദാനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ വെറുതെ കവി ഉദ്ദേശിച്ചത് ഇതായിരിക്കാമെന്ന് പറയുന്നത് പോലെ ഊഹത്തിന് പറയുന്നതല്ല. 2023 തങ്ങളുടെ സിമൻറ്റ് നിർമ്മാണത്തിൻ്റെ 90% ഫ്ലൈ ആഷും സ്റ്റീൽ സ്ലാഗും ചേർന്നിട്ടാണ് നിർമ്മിക്കുന്നത് എന്ന് അദാനി തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ സിമൻറ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ രണ്ട് കമ്പനികളുടെ ബൈ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ച് സിമൻറ്റ് നിർമ്മാണത്തെ പരിസ്ഥിതി സൗഹാർദ്ദമാക്കി അതുവഴി ലാഭമുണ്ടാക്കാൻ അദാനി തന്ത്രം മെനഞ്ഞു എന്ന് മാത്രമല്ല, ഇതിനോടകം അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? കൺസ്ട്രക്ഷൻ സപ്ലൈ ചെയിനിൻ്റെ ആദ്യ ഭാഗമായ അസംസ്കൃത വസ്തുക്കളുടെ വിതരണവും അദാനിക്ക് സ്വയം ചെയ്യാനാവും. അപ്പോഴും നമുക്കൊരു സംശയം തോന്നാം. അദാനി പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്ന ഗ്രീൻ സിമൻ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ മുൻപ് അംബുജ സിമൻറ്റിൻ്റെയും ACC സിമൻറ്റിൻ്റെയും കൂടുതൽ ഷെയറുകൾ കൈവശം വെച്ചിരുന്ന ഹോൾസിം എന്ന കമ്പനിക്ക് തന്നെ അത് ചെയ്താൽ മതിയായിരുന്നല്ലോ. കാരണം അവർ സസ്റ്റൈനബിളായ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അവർ ഇന്ത്യ വിട്ടുപോയത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫ്ലൈ ആഷ് കൊണ്ട് നിർമ്മിക്കുന്ന ഗ്രീൻ സിമൻറ്റിന് സാധാരണ സിമൻറ്റിനേക്കാൾ വില കൂടുതലാണ്. പക്ഷേ അദാനിക്ക് സ്വന്തമായി തന്നെ പവർ പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് ഫ്ലൈ ആഷ് പോലെയുള്ള റോ മെറ്റീരിയൽസ് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന പ്രൊജക്റ്റുകളും അദാനി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സപ്ലൈ ചെയിനിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഉള്ളതുകൊണ്ട് തന്നെ അദാനിക്ക് ഗ്രീൻ സിമൻറ്റ് നിർമ്മിക്കുക എന്നത് മറ്റ് കമ്പനികളെ പോലെ അത്രയും ബുദ്ധിമുട്ടോ ചെലവോ ഉള്ള കാര്യമല്ല. അതുമാത്രമല്ല, ഇങ്ങനെ ഉണ്ടാക്കുന്ന ഗ്രീൻ സിമൻറ്റിന് ഇന്ത്യയേക്കാൾ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് പോർട്ട് ബിസിനസ്സിൽ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനക്കാരനായ അദാനിക്ക് ഈ സിമൻറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും എളുപ്പത്തിൽ പറ്റുന്നതാണ്. ആഗോളപരമായി തന്നെ ഗ്രീൻ സിമൻറ്റിൻ്റെ മാർക്കറ്റ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഭാവിയിലെ മാർക്കറ്റിന് മുന്നിൽ കണ്ട് ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കാനുള്ള അദാനിയുടെ കഴിവാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതെല്ലാ ബിസിനസ്സുകാർക്കും ഒരു പാഠവുമാണ്. 2022 അംബുജ, ACC എന്നീ കമ്പനികളെ സ്വന്തമാക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ മറ്റ് ചെറിയ സിമൻറ്റ് കമ്പനികളെയും സ്വന്തമാക്കാൻ
അദാനി ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ അവരുടെ മാർക്കറ്റ് ഷെയർ കൂടുകയും ചെയ്തിരുന്നു. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ 2023 ഗുജറാത്തിലെ സംഘി ഇൻഡസ്ട്രീസ് എന്ന സിമൻറ്റ് കമ്പനിയുടെ 54% ഓഹരികൾ അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള അംബുജ സിമൻറ്റ് സ്വന്തമാക്കിയിരുന്നു. പേര് കൊള്ളാമല്ലേ, സംഘി ഇൻഡസ്ട്രീസ്. ഇനി 2024 ജൂലൈയിലെ കാര്യം നോക്കിയാൽ ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പെന്ന സിമൻറ്റ് 10,420 കോടി രൂപയ്ക്കാണ് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയത്. ഇത് സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി തങ്ങളുടെ സിമൻറ്റ് ബിസിനസ്സിനെ വളർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നാൽ അദാനി മാത്രം ഇങ്ങനെ വളർന്നാൽ ശരിയാവില്ലല്ലോ, അത് ബിർള ഗ്രൂപ്പ് സമ്മതിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അതിനുശേഷം നമ്മൾ നോക്കിയാൽ ആ മാസം തന്നെ ബിർള ഗ്രൂപ്പിൻ്റെ അൾട്രാടെക് സിമൻറ്റ് അദാനിയെ തടയാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ സിമൻറ്റിൻ്റെ 23% ഓഹരികളാണ് അവരും സ്വന്തമാക്കുന്നത്. അദാനി പൂർണ്ണമായിട്ടും സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് വേണം ബിർള ഗ്രൂപ്പിൻ്റെ ഈ നീക്കത്തെയും നമ്മൾ മനസ്സിലാക്കാൻ. കാര്യം എന്തായാലും ഇങ്ങനെ പല ചെറിയ സിമൻറ്റ് കമ്പനികളെയും അദാനി ബിർള ഗ്രൂപ്പുകൾ സ്വന്തമാക്കുന്നതോടുകൂടി ഇന്ത്യയിലെ സിമൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഡിയോപോളിയിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഡിയോപോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വലിയ കമ്പനികൾ ഒരേ സമയം ഒരേ മേഖലയിൽ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥ. ഉദാഹരണത്തിന് ടെലികോം രംഗത്താണെങ്കിൽ ജിയോയുടെയും എയർടെലിൻ്റെയും ആധിപത്യമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ജിയോ വരുന്നതിന് മുൻപ് ധാരാളം ചെറുതും വലുതുമായ ടെലികോം കമ്പനികളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ നോക്കിയാൽ അവയിൽ പലതും ഇല്ലാതായി. ഇപ്പം നോക്കിയാൽ രണ്ട് പ്രധാനപ്പെട്ട വലിയ കമ്പനികളാണ് മാർക്കറ്റിനെ ഭരിക്കുന്നത്. ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പും ബിർള ഗ്രൂപ്പും സിമൻറ്റിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സിമൻറ്റ് വാർ എന്നെല്ലാം പലരും വിളിച്ച് കാണാറുണ്ട്. അദാനി എന്തായാലും രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിമൻറ്റ് നിർമ്മാതാക്കളാവുമ്പോൾ അത് ഇന്ത്യയിലെ സിമൻറ്റ് ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും, പ്രത്യേകിച്ച് ഭാവിയിൽ ഗ്രീൻ സിമൻറ്റിൻ്റെ ഡിമാൻഡ് കൂടുന്ന അവസ്ഥയിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാവും അദാനി സിമൻറ്റ് ഈ ബിസിനസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഒന്നാമത്തെ സിമൻറ്റ് ഉൽപ്പാദകരായ ആദിത്യ ബിർള ഗ്രൂപ്പിന് മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. വെല്ലുവിളിയുടെ ഭാഗമായിട്ട് ഈ രണ്ട് കമ്പനികളും വലുതും ചെറുതുമായ സിമൻറ്റ് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി കൂട്ടുന്നുമുണ്ട്. അദാനി സിമൻറ്റ് ബിസിനസ്സിൽ ആദിത്യ ബിർള ഗ്രൂപ്പിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തുമോ, അതോ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ അൾട്രാടെക് തന്നെ ഈ വെല്ലുവിളി അതിജീവിച്ച് മുന്നേറുമോ എന്നതെല്ലാം നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ്. കാരണം ബിസിനസ്സാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ യുദ്ധം ഇനിയും വലിയ രീതിയിൽ വലുതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം അദാനി എന്തിന് ഇന്ത്യൻ സിമൻറ്റ് മാർക്കറ്റിനെ നോട്ടമിടുന്നു എന്നതായിരുന്നു. പെട്ടെന്ന് നോക്കുന്നവർക്ക് അതൊരു ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വൈവിധ്യപ്പെടുത്തൽ മാത്രമാണ്. എന്നാൽ അദാനിയുടെ യഥാർത്ഥ ലക്ഷ്യവും തന്ത്രങ്ങളും അത് മാത്രമല്ല എന്നാണ് നമ്മളിന്ന് പഠിച്ചത്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ബിസിനസ് തലച്ചോറുകളുടെ വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങളും ബുദ്ധിയുമാണ് വളരെ ലഘുവായിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഈ വീഡിയോ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക.